സുരേഷ് ഗോപി ഇന്ന് ശാരദ ടീച്ചറെ കാണാൻ പോയി. നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഇ.കെ. നായനാരുടെ സഹധർമ്മിണി. അതെ അതെ. അപ്പം ശാരദ ടീച്ചർ പറയുന്നത് സുരേഷ് ഗോപി നായനാരെ അച്ഛ എന്നാണ് വിളിക്കുന്നത്, ശാരദ ടീച്ചറെ അമ്മ എന്നാണ് വിളിക്കുന്നത്. ഞാൻ അമ്മയെ അങ്ങോട്ട് ചെന്നാണ് കാണേണ്ടത് എന്ന് പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ അദ്ദേഹം നല്ലൊരു മാതൃകയാണ് നമ്മുടെ മുന്നിൽ കാണിച്ചത്. സാധാരണ ഉയരങ്ങളിലേക്ക് എത്തുമ്പോൾ ഈ വന്ന വഴി മറന്നു പോകുന്ന ആളുകൾ ധാരാളമുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. സുരേഷ് ഗോപി അത് മാത്രമല്ല, ശാരദ ടീച്ചർ അവസാനം പറഞ്ഞ രാഷ്ട്രീയവും സ്നേഹവും കൂട്ടിക്കുഴയ്ക്കരുത് എന്നാണ്. ഇതിലൊന്നും രാഷ്ട്രീയമില്ല. ഇല്ല. അതെ അതെ. അപ്പം എങ്ങനെയാണ് ആ സംഭവങ്ങളെ ഈ സുരേഷ് ഗോപിയുടെ സന്ദർശനത്തെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക? അല്ല, ആ അമ്മ പറഞ്ഞ ആ വാക്ക് തന്നെയാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത്. ഇത് രാഷ്ട്രീയവും സ്നേഹബന്ധവും ഇപ്പോൾ രണ്ടും രണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത അതിർവരമ്പുകൾ രാഷ്ട്രീയ നേതാക്കൾ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സ്നേഹബന്ധത്തിനും രാഷ്ട്രീയത്തിനും തമ്മിൽ. കാരണം മിണ്ടാൻ പാടില്ല. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു, ഞങ്ങൾക്കെല്ലാം ഓർമ്മയുള്ളതാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, നമ്മളെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചിരുന്നവരാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുമ്പോൾ CPI-യും CPM-ഉം ഭയങ്കര ശത്രുക്കളായിരുന്നു പരസ്പരം. 1964 ശത്രുക്കളായതിനു ശേഷം, പിരിഞ്ഞതിന് ശേഷം ഭയങ്കര ശത്രുക്കളായിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ട് MM ഗോവിന്ദൻ നായരൊക്കെ ആരുടെ ഒരു അനുഭവക്കുറിപ്പാണ് ഞാൻ ഏതോ വരി വായിച്ചാണ്. അപ്പോൾ ഈ അതുവരെ MM ഗോവിന്ദൻ നായർ വരുന്ന പരിപാടിക്കൊക്കെ ആൾ കൂടുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം MM ഗോവിന്ദൻ നായർ പ്രസംഗിച്ച് തുടങ്ങുമ്പോൾ ഭയങ്കര കൂവല്, ചോദ്യങ്ങൾ ചോദിക്കുന്നു, ബഹളം ഉണ്ടാക്കുന്നു, ഇദ്ദേഹത്തെ പ്രസംഗിക്കാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ ഇദ്ദേഹം പയ്യനാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് എന്താ ഇതിങ്ങനെ, നമ്മുടെ പാർട്ടിയിൽ തന്നെ നേതാവല്ലേ, അദ്ദേഹത്തിന് എന്തിനാണ് ഇങ്ങനെ കൂവുന്നതെന്ന് പറഞ്ഞപ്പോൾ കൂടെയുള്ള ആൾ പറഞ്ഞു കൊടുത്തു, നമ്മളിപ്പോൾ 2 പാർട്ടിയാണ്, ഒരു പാർട്ടിയല്ല. അപ്പൊ അന്ന് കുവിയത് CPM-കാരാണ്. അപ്പൊ അതുപോലെ ഞങ്ങളുടെ നാട്ടില്, ഞങ്ങളുടെ നാടെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു കേന്ദ്രമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമേ ഉള്ളൂ. ഇപ്പം കുറേശ്ശൊക്കെ കോൺഗ്രസും കുറച്ച് BJP-യും കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രണ്ടായിട്ട് മാറിയപ്പോൾ ഈ പരസ്പരം കാണില്ല, കണ്ടാൽ മിണ്ടില്ല. ഒരു പക്ഷേ ഈ സൗഹൃദം ഇപ്പം അമ്മ പറഞ്ഞതുപോലെ, നായനാരുടെ വൈഫ് ടീച്ചറമ്മ പറഞ്ഞ ശാരദ ടീച്ചറമ്മ പറഞ്ഞതുപോലെ, ഒരുപക്ഷെ സ്നേഹം കൊണ്ട്, കുടുംബ സ്നേഹം കൊണ്ട്, കുടുംബ ബന്ധുക്കളാണ്. ഈ കുടുംബ ബന്ധുക്കൾ തന്നെ പലപ്പോഴും കുറേ പേര് CPI-യിലും കുറേ പേര് CPM-ലും പോയിട്ടുണ്ട്. അപ്പോൾ ഈ കുടുംബ ബന്ധം കൊണ്ട് പരസ്പരം റോഡിൽ വെച്ചോ മറ്റിടത്ത് വെച്ചോ ഒന്ന് കണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് പാർട്ടി കമ്മിറ്റികളിൽ അതൊരു വലിയ ചർച്ചയാകും. നിങ്ങൾ എന്തിനിവിടെ കാണാൻ പോയി, നീ അങ്ങോട്ട് പോകുന്നു, നീ അവൻ്റെ കൂടെ പോകുന്നു എന്ന് പറഞ്ഞുള്ള ചർച്ചയാണ്. അത്രമാത്രം അല്ല, അതിൻ്റെ ഏറ്റവും വലിയ നമ്മുടെ ഉദാഹരണമാണ് TV തോമസും ഗൗരിയമ്മയും. അതെ, അവരെ തമ്മിൽ തിരിച്ച് അവർ 2 കുടുംബമായതുകൊണ്ട് മാത്രമാണ് അങ്ങനെ മാറ്റി നിർത്തിയത്. അതെ. അപ്പം അങ്ങനത്തെ ഒരു രാഷ്ട്രീയ വൈര്യം, അതായത് ഈ വെറുപ്പ്, ഇപ്പം വെറുപ്പെന്നൊക്കെ പറഞ്ഞ വാക്കുണ്ടല്ലോ, വെറുപ്പിൻ്റെ കട, സ്നേഹത്തിൻ്റെ കട എന്നൊക്കെ പറയുന്ന സംഗതി ഇപ്പോഴാണ് വന്നിരിക്കുന്നത്. അന്ന് വെറുപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു. രാഷ്ട്രീയം വെച്ച് നോക്കിയിട്ട് മനുഷ്യബന്ധങ്ങളെ വേർതിരിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് കുറേ കഴിഞ്ഞപ്പോൾ അതങ്ങ് മാറി. പിന്നെ CPI-യും CPM-ഉം ഒരുമിച്ചായി, രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ വളരെ സൗഹൃദമായി, എല്ലാം വളരെ സൗഹൃദമായി. നേതാക്കന്മാർ സ്റ്റേജിൽ നിന്ന് ഒരുമിച്ച് തമാശ പറയും, എല്ലാം ചെയ്യും. ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ ആ രാഷ്ട്രീയമായ ഒരു നമ്മുടെ ആ ഒരു അത്യാവശ്യം ആ വികാരം അങ്ങ് മാറിക്കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ വീണ്ടും അത് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. വീണ്ടും അത് പഴയതുപോലെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പം ഒരു ആനുകാലിക രാഷ്ട്രീയ വിഷയങ്ങൾ കാണുമ്പോൾ വരുന്നത്. എന്തായാലും നമുക്ക് അതിനെക്കുറിച്ച് പിന്നെ പറയാം. പക്ഷേ ഇപ്പോൾ ഈ ശാരദ ടീച്ചർ അമ്മ പറഞ്ഞത്, എത്രയോ ഒരു അമ്മ പറയുന്നത് എന്നാലോചിക്കുക, നമ്മുടെ കേരളത്തിൻ്റെ അമ്മയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ആളാണ്. കാരണം നായനാരെ നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ കാണാം, എല്ലാവർക്കും ഇഷ്ടമാണ്, അങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ സഹാവിനെ അച്ഛനെന്നാണ് വിളിക്കുന്നത്, എപ്പോഴും അച്ഛനെന്നേ വിളിക്കൂ, എന്നെ അമ്മയെന്നേ വിളിക്കൂ എന്നാണ് പറയുന്നത്. അപ്പം ഈ സുരേഷ് ഗോപിയെ ആദ്യം കണ്ട ഒരു അനുഭവം ടീച്ചറമ്മ പറയുന്നുണ്ട്. ടീച്ചറമ്മ എന്ന് പറയുമ്പോൾ ശാരദ ടീച്ചറമ്മ, ഇപ്പം ടീച്ചറമ്മ എന്ന് പറഞ്ഞാൽ വേറൊരു ആംഗിളാണ് പോകുന്നത്. അതെ, അങ്ങോട്ട് പോകും, അത് വേണ്ട. എന്തായാലും മെഡിക്കൽ കോളേജിൽ വെച്ച് പിന്നെ അദ്ദേഹത്തിനെ കണ്ടതെന്ന് പറഞ്ഞാൽ തമ്മിൽ കണ്ടില്ല. മെഡിക്കൽ കോളേജിൽ പിന്നെ നായനാർ അസുഖമായിട്ട് കിടക്കുമ്പോൾ ശാരദ ടീച്ചർ അവിടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം അവിടെ വന്ന് എവിടെയൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ട് കടന്നങ്ങ് പോകുന്നു. അപ്പോൾ നഴ്സാണ്, അപ്പോൾ സുരേഷ് ഗോപിയാണെന്നറിയാം, സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, അറിയാം. അപ്പം നഴ്സ് പറയുന്നു, അത് ഇടയ്ക്കിടയ്ക്ക് വരും, ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇവിടെ ഈ കുട്ടികൾ ഇങ്ങനെ പിന്നെ ഹാർട്ടിൻ്റെ പ്രശ്നമുള്ള ആരെങ്കിലും ചികിത്സയ്ക്ക് ആവശ്യമുണ്ടോ, പാവങ്ങളായ കുട്ടികളുണ്ടോ, അതൊക്കെ തിരക്കും. സുരേഷ് ഗോപി തിരക്കും. എന്നിട്ട് അവർക്ക് വേണ്ട സൗജന്യമായ ചികിത്സ നൽകാൻ വേണ്ടിയിട്ട് അതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വരുന്നതാണെന്ന് പറഞ്ഞു. അന്ന് മുതൽ ഈ ടീച്ചറമ്മയ്ക്ക്, നമ്മുടെ ഈ ശാരദ ടീച്ചർ അമ്മയ്ക്ക് ആ
അയാളോട് വല്ലാത്തൊരു സ്നേഹം തോന്നി, ഒരു മകനോട് തോന്നുന്ന പോലത്തെ ഒരു സ്നേഹം തോന്നി. ആ സ്നേഹമാണ് പിന്നീട് വളർന്ന് ഇത്ര ഇതായെന്നാണ് അമ്മ പറയുന്നത്. അപ്പം അത്രമാത്രം ഒരു ബന്ധമുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളുടെ പറയാനുള്ളത്, ഒരു ഈ ഇടയ്ക്കൊക്കെ അവിടെ പോകുമായിരുന്നു. ഇപ്പം മാത്രമല്ല, ഇതിനു മുമ്പും നയനാർ ഉള്ളപ്പോഴും അവിടെ പോകുമായിരുന്നു, നയനാർ മരിച്ചതിന് ശേഷം അവിടെ പോകുമായിരുന്നു, അമ്മയെ കാണുമായിരുന്നു. അമ്മ എനിക്ക് ഊണ് വേണം എന്നൊക്കെ പറഞ്ഞൊക്കെ അവിടെ ചെല്ലുമായിരുന്നു. അത്ര നല്ലൊരു സ്നേഹമാണ്. മാത്രമല്ല സുരേഷ് ഗോപിയുടെ ഒരു ഈ എന്നുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു അപ്രോച്ച് ആ തരത്തിലാണ്. ആ അപ്രോച്ചാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ലാംഗ്വേജും അങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ അപ്രോച്ചും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ അത്ര സ്നേഹത്തോടെ വിളിച്ച് ഇരുത്തും ഒക്കെ പറയുമായിരുന്നു. എന്നിട്ട് അവർ പറയുന്നൊരു അനുഭവത്തിൽ എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തത്, ഒരു അമ്പലത്തിലൊക്കെ പോകുമ്പോഴാണ്, കണ്ണൂർ അമ്പലത്തിലൊക്കെ പോകുമ്പോഴാണ് അദ്ദേഹം അവിടെ പോകുന്നത്, ആ നായനാരെ വീട്ടിൽ പോകുന്നത്. അപ്പോൾ പോയപ്പം അമ്പലത്തിൽ കുറച്ച് പായസം കൊണ്ടാണ് അവിടെ ചെന്നത്. പായസം കൊണ്ട് അവിടെ ചെന്ന് അപ്പം എവിടെ ഇന്ന അമ്പലത്തിൽ ഞാൻ അവിടെ വന്നതാണ്, അവിടുത്തെ എൻ്റെ നേർച്ച കഴിഞ്ഞിട്ട് അവിടുത്തെ എൻ്റെ പായസ വഴിപാട് ഞാൻ നടത്തിയിട്ട് അത് കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞ് അമ്മയും കൂടെ കൊണ്ടുവന്നതാണ്. അമ്മ വലിയ സന്തോഷത്തോടെ അത് വാങ്ങിച്ച് കഴിച്ചിട്ട് അതെന്താണ് ആ നേർച്ച എന്താണെന്നതിനെ കുറിച്ചൊക്കെ ചോദിച്ചു. എനിക്കും അവിടെ ചെയ്യണമല്ലോ എന്ന് പിന്നെ അമ്മ പറഞ്ഞു. അപ്പം ശരി, അതൊരു ദിവസം ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ ഒരു ദിവസം ചെയ്യാൻ പ്ലാൻ ചെയ്തപ്പോൾ ഒരു ദിവസം സുരേഷ് ഗോപി വിളിക്കുന്നു, അമ്മയെ അടുത്ത ആഴ്ച എൻ്റെ പിറന്നാളാണ്, അമ്മ അന്ന് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അന്ന് ഞാൻ സന്തോഷത്തോടു കൂടി ആ ദിവസം ഞാൻ പിന്നെ അവിടെ പോയി ചെയ്യണമെന്ന് വിചാരിച്ച നേർച്ച പായസം അവിടെ ചെയ്തു. അന്ന് അത് സുരേഷ് ഗോപിക്ക് വേണ്ടി ഞാൻ ചെയ്തതാണെന്നുള്ളത് അവിടെ ജനങ്ങൾ എങ്ങനെയൊക്കെ അറിഞ്ഞു. പിന്നീട് അത് വലിയ ആൾക്കൂട്ടമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നോക്കണം, അപ്പോൾ അങ്ങനെ സുരേഷ് ഗോപിയുടെ പിറന്നാളിന് പായസം ഉണ്ടാക്കി പിന്നെ വഴിപാട് നടത്താൻ പോലും ഈ കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ ഭാര്യ തയ്യാറായി എന്ന് പറയുമ്പോൾ ആ സ്നേഹബന്ധമാണ് നമ്മളെ ഏറ്റവും കാരണം. അതിനെ നമ്മൾ പൊളിറ്റിക്കലായിട്ട് അമ്മ എപ്പോഴും പറയുന്നത്, ഇന്ന് മാധ്യമങ്ങൾ ചെന്നപ്പോൾ അമ്മ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് അതാണ്. ശാരദ ടീച്ചർ അതിൽ പറയുന്നുണ്ട്, ഇപ്പം നിങ്ങൾ എല്ലാവരും ഇങ്ങനെ എല്ലാത്തിലും രാഷ്ട്രീയം കാണുകയാണ്, അപ്പൊ കൃത്യമായി ഇപ്പോഴത്തെ രാഷ്ട്രീയത്തെ അമ്മ നിരീക്ഷിച്ചിരിക്കുന്നുണ്ട്. നിരീക്ഷിച്ചിരുന്നു. അതിനകത്തുള്ള കുഴപ്പങ്ങൾ അമ്മ കാണുന്നുണ്ട്. സ്വന്തം പാർട്ടിക്കാരുടെ ഇടയിൽ പോലുള്ള കുഴപ്പങ്ങളും അമ്മ കാണും. പക്ഷെ അമ്മയ്ക്ക് ഇനിയിപ്പോൾ അതിനകത്ത് രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ട കാര്യമില്ല. പറയുന്നുണ്ടല്ലോ, ഞാൻ അഞ്ചാമത്തെ വയസ്സ് മുതൽ രാഷ്ട്രീയം കണ്ടു തുടങ്ങിയാണ്. അതെ. അമ്മാവൻ KPR-ന്റെ പറഞ്ഞിട്ടാണ്. അതെ, അതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കാണുമ്പോൾ ഇവിടെ ഈ ഒരു സുരേഷ് ഗോപി നമുക്ക് രണ്ട് തലത്തിൽ ഇതിനെ കാണാം. ഒന്ന്, ഇപ്പോഴത്തെ രാഷ്ട്രീയം ഞാൻ ആദ്യം പറഞ്ഞു വെച്ചിടത്ത് നമുക്കൊന്ന് തുടങ്ങാം. അതായത് ഈ വെറുപ്പിൻ്റെ രാഷ്ട്രീയം ഇപ്പോൾ വീണ്ടും തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചിരിക്കുന്നു. സുരേഷ് ഗോപി ജയിക്കുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും വലിയ വെറുപ്പിൻ്റെ ഒരു പാത്രമായിട്ടാണ് അവിടുത്തെ UDF-കാരും LDF-കാരും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാർ എത്രയോ മോശമായ കാര്യങ്ങൾ, എത്രയോ ഗുരുതരമായ മോശപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ് പ്രചരിപ്പിച്ചത്. വ്യക്തിഹത്യ ചെയ്യുക എന്നുള്ള തരത്തിൽ പോലും ചെയ്തു. അതാണ് വെറുപ്പിൻ്റെ ഒരു രാഷ്ട്രീയം ഇവരുണ്ടാക്കിയെടുത്തു എന്നാണ്. പ്രത്യേകിച്ച് ഇടതുമുന്നണിക്കാരാണ്. കോൺഗ്രസ്സുകാർക്ക് അത്ര വലിയ വെറുപ്പ് പറയാൻ തോന്നി. പക്ഷേ ഈ അവഖ്യാതി പറയുകയും ഒക്കെ ചെയ്യുന്നത് ഒരു ശൈലി എന്നുള്ള CPM-ൻ്റെ ശൈലിയാണ്. അത് പണ്ട് മുതലേ CPI-കാരെ എന്തുമാത്രം വിഖ്യാതി പറഞ്ഞിട്ടുണ്ട്, അവരെ ഉപ്പൂറ്റി ചവിട്ടിക്കൊണ്ട് അവരെ കളിയാക്കി നടന്നിട്ടുണ്ട്. അതാണ് CPM പണ്ടുള്ളത്. അത് അവർ മാറിയിട്ടില്ല. ഇപ്പോഴും ഒരുപാട് മാറിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അവർക്ക് മാറിയിട്ടില്ല. അപ്പോൾ സുരേഷ് ഗോപിയോട് കാണിച്ചത് പഴയ അവരുടെ അധിക്ഷേപിക്കുക, വെറുപ്പ് ഉണ്ടാക്കിയെടുക്കുക, വ്യക്തിപരമായ അവരെ തേജോധം ചെയ്യുക, ആ ശൈലി ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് തിരഞ്ഞെടുപ്പ് വിജയിച്ചതിന് ശേഷവും പിന്നെ അവിടുത്തെ ഒരു നഗരസഭ ചെയർമാനോട് ഒന്ന് കണ്ടപ്പോൾ ഒന്ന് കണ്ടു, ഒന്ന് ചിരിച്ചു, സംസാരിച്ചു. നഗരസഭ ചെയർമാനും കണ്ടപ്പോൾ ഒന്ന് സംസാരിച്ചു. കാരണം ആ പ്രദേശത്ത് വിജയിച്ച ഒരു MP ആണ്. ആ MP മന്ത്രിയായിരിക്കുന്നു. സ്വാഭാവികമായിട്ട് മന്ത്രി ആയില്ലെങ്കിൽ പോലും ആ മണ്ഡലത്തിൽ തൻ്റെ മണ്ഡലത്തിൽ, അതായത് ആ നഗരസഭാ ചെയർമാൻ്റെ മണ്ഡലത്തിൽ ജയിച്ചു വന്ന MP-യെ കാണുമ്പോൾ ഒന്ന് വിഷ് ചെയ്യുകയും ഒന്ന് സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് വലിയ അപകടകരമായ കേസല്ല. പക്ഷെ അതിനെ പോലും രാഷ്ട്രീയമായിട്ട് ആംഗിളിൽ കൂടെ കണ്ടുകൊണ്ട് അമ്മ പറയുന്നിടത്താണ് നമ്മൾ അവിടെ അത് കാണേണ്ടത്. ഈ രാഷ്ട്രീയത്തെ സ്നേഹവും തമ്മിൽ ബന്ധിപ്പിക്കണമെന്ന് അല്ല, അതിന് വേർതിരിക്കണമെന്ന് പറയുന്നത്. അതിനെ പോലും കണ്ടുകൊണ്ട് ഉടനെ തന്നെ അങ്ങനെ സുരേഷ് ഗോപിയോട് കണ്ടു, ചിരിച്ചു, സുരേഷ് ഗോപിയുടെ അടുപ്പമുണ്ട്, അതുകൊണ്ട് മേയർ രാജിവെക്കണം എന്നും പറഞ്ഞ് CPI-കാർ ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നുണ്ട്. പാർട്ടി ഓഫീസ് ചെന്ന് പറഞ്ഞിരിക്കുന്നു, CPM-ന്റെ പാർട്ടി ഓഫീസ് ചെന്ന് പറഞ്ഞിരിക്കുന്നു. അടുത്ത കൂടാൻ പോകുന്ന യോഗത്തിൽ ഒരു പ്രമേയം പാസ്സാക്കാൻ പോകുന്നു. വെറുപ്പിന്റെ രാഷ്ട്രീയം അവിടെയും വീണ്ടും ശക്തമായി കയറി വരുന്നതാണ് നമ്മൾ കാണുന്നത്. അതാണ് അതിൻ്റെ ഒന്ന്. രണ്ട്, അത് എത്രമാത്രം നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയുന്നു, സുരേഷ് ഗോപിയുടെ ഈ ഒരു സ്റ്റൈലിൽ നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയുമെന്ന് വിശ്വാസം എനിക്ക് തോന്നുന്നില്ല. കാരണം അവർക്ക് ആ ഒരു വെറുപ്പിന്റെ രാഷ്ട്രീയം ഒരുപാട് കാലമൊന്നും കേരളത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ
ഉണ്ടായിരുന്നുവെങ്കിൽ സുരേഷ് ഗോപി അവിടെ ജയിക്കില്ലായിരുന്നു. വെറുപ്പിന്റെ രാഷ്ട്രീയം ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഇനിയും ആ വെറുപ്പിന്റെ രാഷ്ട്രീയമായിട്ട് ആ പാർട്ടി പോവുകയാണെങ്കിൽ അത് CPM ആയിരുന്നാലും CPI ആയിരുന്നാലും ആ പാർട്ടികളെ ജനങ്ങൾ വെറുക്കുമെന്നല്ലാതെ അതിന്റെ പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് ഒന്ന് പറയാനുള്ളത്. രണ്ട്, സുരേഷ് ഗോപിയുടെ ഈ ഒരു ഇതുകൊണ്ട് അദ്ദേഹം കണ്ണൂർ പോകുന്ന പണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, എനിക്ക് തൃശ്ശൂർ തരൂ ഗോവിന്ദ, അദ്ദേഹത്തിന്റെ ശൈലി ഉണ്ടല്ലോ, തൃശ്ശൂർ തരൂ ഗോവിന്ദ അല്ലെങ്കിൽ കണ്ണൂർ തരൂ എന്ന് പണ്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ശൈലിയാണത്. അപ്പോൾ കണ്ണൂരും അദ്ദേഹത്തിന് അത്രമാത്രം ബന്ധമുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ കണ്ണൂർ തരുന്നത് ധൈര്യമായിട്ട് അയാൾ പറയില്ല. ഇപ്പൊ തിരുവനന്തപുരത്ത് താമസിക്കുന്ന ആള്, കൊല്ലത്ത് ആലപ്പുഴയിൽ ജനിച്ച ആള്, കൊല്ലത്ത് വളർന്ന ആള്, പിന്നെ അയാൾക്ക് എങ്ങനെയാണ് തൃശ്ശൂരും കണ്ണൂരും ഇങ്ങ് തരൂ, ഞാൻ ജയിച്ചു വരാമെന്നുള്ള ധൈര്യം വേണമെങ്കിൽ ആ ആത്മവിശ്വാസം അദ്ദേഹത്തിന് അത്രമാത്രം ബന്ധമാകുന്ന ആളുമായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ആ സുരേഷ് ഗോപി ഇപ്പോൾ തൃശ്ശൂരിൻ്റെ ആളായിട്ടല്ല ഇപ്പോൾ കേരള ജനത കാണുന്നത്. അദ്ദേഹം കേരളത്തിലെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു പുതിയ മുഖം, പുതിയൊരു ശൈലി അദ്ദേഹം തുറക്കുകയാണ്. BJPയുടെ സംസ്ഥാന നേതൃത്വവും കൂടി ഈഗോ ഒഴിച്ചു മാറ്റി വച്ചിട്ട് സുരേഷ് ഗോപിയോടൊപ്പം നിൽക്കുകയാണെങ്കിൽ BJPക്ക് സംഭവിക്കാൻ പോകുന്ന വിജയം നമ്മൾ പ്രവചനാതീതമായിരിക്കും എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. കാരണം സുരേഷ് ഗോപിയുടെ ആ ഒരു ശൈലി, കാരണം ഇങ്ങനെ ഒരു വ്യക്തിക്ക് കേരളത്തിൽ ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ കേരളത്തിൻ്റെ കണ്ണൂർ മുതൽ തിരുവനന്തപുരം പോലെയുള്ള ജനങ്ങളെ ഇങ്ങനെ കയ്യിലെടുക്കാനും സുരേഷ് ഏട്ടാ എന്ന് സ്നേഹത്തോടെ വിളിക്കാനും ആൾക്കാരൊക്കെ അടുത്ത് മോനെ എന്ന് വിളിക്കാനും സുരേഷ് മോനെ എന്ന് വിളിക്കാനും സുരേഷ് ഏട്ടാ എന്ന് വിളിക്കാനും അല്ലെങ്കിൽ കൊച്ചുകുട്ടികൾക്ക് സുരേഷ് മാമ എന്ന് വിളിക്കാനും ഇങ്ങനൊരാൾ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ ഒരാൾ ഇങ്ങനെ ഇല്ല കേരളത്തിൽ. പണ്ട് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് ഉണ്ടായിരുന്നു, അതെല്ലാം പോയി. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊക്കെ പറഞ്ഞ ആൾ എന്ന് പറഞ്ഞ് മാറിവിടുന്നത് എത്രയോ ചാനലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അമ്മമാരുടെ പിന്നെ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഭരിക്കുന്ന നേതാവിൻ്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ അയാളെ പോകാൻ പറ എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ടിരിക്കുന്നതാണ്. നിസ്സാരമല്ല, അത് ചെറിയ കേസല്ല. അപ്പോൾ അതുകൊണ്ട് സുരേഷ് ഗോപി ആ തരത്തിൽ ഈ പിന്നെ നമ്മുടെ ശാരദ അമ്മയുടെ വീട്ടിൽ പോയത് വെറും ഒരു കാര്യമായിട്ട് അല്ലെങ്കിൽ സ്നേഹവും സൗഹൃദവും മാത്രമാണെന്ന് കാണുന്നില്ല. മാത്രമല്ല അതിൻ്റെ ഇടയിൽ ഒന്നുകൂടെ പറയാനുണ്ട്, ടി പത്മനാഭൻ്റെ വീട്ടിലും അദ്ദേഹം പോയി. ടി പത്മനാഭൻ്റെ വീട്ടിൽ പോയി, ടി പത്മനാഭൻ്റെ അടുത്തിരുന്ന് ടി പത്മനാഭൻ പറഞ്ഞു ഞാൻ BJP കാരനല്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. എന്നിട്ടും സുരേഷ് ഗോപി എന്നെ കാണാൻ വന്നു. സുരേഷ് ഗോപിയോട് ഞാൻ പറഞ്ഞ BJP കാരനല്ല എന്ന് പറഞ്ഞു. അദ്ദേഹം കൊടുത്തത് സഖാവ് കൃഷ്ണപിള്ളയുടെ പുസ്തകവും അദ്ദേഹത്തിൻ്റെ വേറെ ഒന്നിനോട് പുസ്തകവും കൂടെ ചേർത്ത് ആണ് സമ്മാനം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെയും സഖാവിൻ്റെ പുസ്തകമാണ് കൃഷ്ണപിള്ള എന്ന് പറയുന്ന കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയ അതിൻ്റെ അവജ്ഞാതം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതെ, അപ്പോൾ എന്നിട്ട് പോലും ഈ ടി പത്മനാഭൻ പറയുന്ന സുരേഷ് ഗോപി നല്ലവനാണ്, എനിക്ക് അദ്ദേഹത്തോടൊരു ആത്മബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആളായിട്ട് മാറുന്നു. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞത് CPM അല്ല, BJP സംസ്ഥാന നേതൃത്വം അവരുടെ ഉള്ളിൽ കുറേ കാലം കൊണ്ട് കിടക്കുന്ന ചില ഈഗോ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ, സുരേഷ് ഗോപിയെ മുമ്പിൽ നിർത്തിയാൽ അവർക്ക് ഉണ്ടാകാൻ പോകുന്ന വിജയം ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് പറയാൻ പറ്റാത്ത വിജയമായിരിക്കും എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ.